കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് ഇപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു വരുന്നത് അല്ലേ. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, റാപ്പറായ വേടൻ, സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെല്ലാം ലഹരി കേസ് ആരോപണ വിധേയരാണ്. നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞാലും പിടിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് അറിഞ്ഞിട്ടും കച്ചവടം നടത്തുന്നവർ നിരവധിയാണല്ലേ. വില കൂടുതലാണെങ്കിലും ഹൈബ്രിഡ് കഞ്ചാവിനാണ് ആവശ്യക്കാരേറെയും. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവ്? രണ്ട് തരത്തിലാണ് കഞ്ചാവ് ഉള്ളത്, സറ്റൈവയും ഇൻഡിഗയും. ഇവ രണ്ടിനെയും ശാസ്ത്രീയമായിട്ട് സംയോജിപ്പിച്ച് തിരഞ്ഞെടുത്ത ശാസ്ത്രീയ പ്രചരണത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഔഷധ നിർമ്മാണത്തിലും ലഹരിയായിട്ടും ഇവ ഉപയോഗിക്കാറുണ്ട്. ഹൈബ്രിഡ് ഇനങ്ങളുടെ രൂപം സംയോജനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ചെടികളുടെ സ്വഭാവത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. കിലോഗ്രാമിന് ലക്ഷങ്ങളാണ് വില. അതുപോലെ തന്നെ മറ്റൊരു കഞ്ചാവ് വകഭേദമാണ് ഹൈഡ്രോ അഥവാ ഹൈഡ്രോപോണിക് എന്ന് പറയുന്നത്. വളരെ വീര്യം കൂടിയവയാണിവ. ഫാമുകളിലും ഗ്രീൻ ഹൗസുകളിലുമായിട്ട് നിയന്ത്രിത താപനിലയിലും ഈർപ്പത്തിലും വളർത്തിയെടുക്കുന്നവയാണ്. ഇവയുടെ ലഹരി കൂടുന്ന സമയത്താണ് ഇത് വെട്ടുന്നത്. സാധാരണ കഞ്ചാവിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും നിയമപ്രകാരം ഹൈബ്രിഡും ഹൈഡ്രോയും സാധാരണ കഞ്ചാവിന് സമാനമായിട്ട് കണക്കാക്കുന്നുണ്ട്. തായ്ലാന്റ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇവ ലഭിക്കുന്നത്. സാധാരണ കഞ്ചാവിലുള്ളതിനേക്കാൾ ടെട്രോ ഹൈഡ്രോ കനാബിനോൾ അളവ് ഇവയിൽ വളരെ കൂടുതലാണ്. ഹൈഡ്രോ കഞ്ചാവ് അത്യധികം ലഹരി ഉള്ളവയാണ്. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമം അനുസരിച്ചുകൊണ്ട് ചെറിയ അളവിൽ കഞ്ചാവ് കൈവശം വെച്ചു കഴിഞ്ഞാൽ 1 വർഷം വരെ തടവ് ശിക്ഷയോ 10,000 രൂപ വരെ പിഴയോ ലഭിച്ചേക്കാം. അതേസമയം ഈ കേസിൽ പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യവും ലഭിക്കും. കഞ്ചാവ് ചെടിയെ ഗഞ്ചക എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുന്നത്. നേപ്പാളിൽ ഇത് ഗഞ്ച് എന്ന് വിളിക്കുന്നു. ഇവയിൽ നിന്നാണ് മലയാളത്തിലെ കഞ്ചാവ് എന്ന വാക്കുണ്ടായത്. കഞ്ചാവ് ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കഞ്ചാവ് എന്ന പേരിന് പുറമെ ഗ്രാസ്, വീഡ്, ജോയിന്റ്, മർജുവാന എന്നിങ്ങനെയും വിളിപ്പേരുകളുണ്ട്. പരാഗണം നടത്താത്ത പെൺസസ്യങ്ങളെ ഹാഷിഷ് എന്ന് വിളിക്കുന്നു. ഈ ഹാഷിഷ് വേർതിരിച്ചെടുക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരു ഓലിയോ റെസിൻ ആണ് ഹാഷിഷ് ഓയിൽ. നിരവധി റെസിനുകളും ടെർപീനുകളും പ്രത്യേകിച്ച് ടെട്രോ ഹൈഡ്രോ കനാബിനോള്, കനാബിഡിയോൾ, മറ്റ് കനാബിനോയിഡുകൾ എന്നിവ അടങ്ങിയതാണിവ. പെൺചെടിയുടെ പൂക്കളിലും നാമ്പുകളിലും ഉണ്ടാകുന്ന കറയ്ക്കാണ് വീര്യം കൂടുതലായിട്ടുള്ളത്. ചെടിയുടെ ഉണങ്ങിയ ഇലകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഭാങ്ക് ഉത്തരേന്ത്യയിൽ പാനീയമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിലും കഞ്ചാവ് മാനസിക അസ്വസ്ഥതകൾക്കുള്ള ഒരു ഔഷധമായിട്ട് ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുമുണ്ട്. താന്ത്രിക മാന്ത്രിക ചടങ്ങുകൾ ഉപയോഗിക്കുന്നതിനാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ലഹരിക്ക് ഒരു ദൈവിക മാനം കൂടി ഉണ്ടായിരുന്നു. സോമ എന്ന പാനീയം ഉണ്ടാക്കുന്നതിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായിട്ടും കരുതപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പുരാതന ചൈനയിലും ഈജിപ്തിലും ഇതൊരു ഔഷധമായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. ബെറിബെറി, മലബന്ധം, മലേറിയ, സന്ധിവാതം, ശ്രദ്ധക്കുറവ്, വിഷാദരോഗം, ഛർദി തുടങ്ങിയവയ്ക്ക് പരിഹാരമായിട്ട് കഞ്ചാവ് നിർദ്ദേശിക്കപ്പെട്ടിരുന്നതായിട്ട് 3000 വർഷങ്ങൾ പഴക്കമുള്ള ഭാരതീയ ചൈനീസ് ഗ്രന്ഥങ്ങളിലും പറയപ്പെടുന്നു. കഞ്ചാവിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന ഔഷധങ്ങൾ അമേരിക്കയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കഞ്ചാവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ടെട്രാഹൈഡ്ര കനാബിനോളുള്ള ഡ്രോണാബിനോൾ ഗുളിക 1985 മുതൽ അമേരിക്ക വിപണിയിൽ ലഭ്യമാണ്. കീമോതെറാപ്പിയോടനുബന്ധിച്ചുണ്ടാകുന്ന ഓക്കാനവും ഛർദിക്കുമുള്ള മരുന്നായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എയ്ഡ്സ് രോഗങ്ങളിലെ വിശപ്പില്ലായ്മയും ഭാരക്കുറവിനും ഈ മരുന്ന് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. നാബിലോൺ എന്ന മരുന്നിലാകട്ടെ ടെട്രാഹൈഡ്രോ കനാബിനോളുമായിട്ട് സാമ്യതയുള്ള കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന ഒരു കനാബിനോയിഡാണ് ഉപയോഗിക്കുന്നത്. കീമോതെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഓക്കാനത്തിനും ഛർദിക്കുമായാണ് ഇത് നിർദ്ദേശിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്.